ഹായ്, ഗസ്പാച്ചോ കിച്ചൺസിൻ്റെ റീസെൻ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുള്ള അക്രലിക് ഗ്ലാസ് കിച്ചണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബീച്ച് അക്രലിക് ഗ്ലാസ് വിത്ത് വുഡൻ ലാമിനേഷനിലാണ് നമ്മൾ ഈ ഒരു കിച്ചണിൻ്റെ ഫിനിഷേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫിനിഷിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ, ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗ്രേ കളറിലുള്ള കൗണ്ടർ ടോപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഐലൻഡ് കിച്ചണാണ് ഇവിടെ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മൾ ഈ ഒരു കോർണർ യൂണിറ്റിൽ ക്രോക്കറി ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത്. ടിൻഡർ ഗ്ലാസ്സിൽ അലുമിനിയം ഫ്രെയിമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ 4 ഗ്ലാസ് റാക്കുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് തന്നെ 3 വാൾ യൂണിറ്റ്സും 3 ബേസ് യൂണിറ്റ്സും ആണ് കൊടുത്തിട്ടുള്ളത്. വാൾ യൂണിറ്റിൽ നമ്മളൊരു ഗ്ലാസ് പാർട്ടീഷൻ തന്നെയാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഷട്ടർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ 3 ബിക്കർ ബാസ്ക്കറ്റുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് നമ്മൾ ഡബിൾ ഡോർ ഫ്രിഡ്ജിനുള്ളതാണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നമ്മളൊരു ഓപ്പൺ ഷെൽഫും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 2 സ്റ്റോറേജും അതിൻ്റെ മിഡിലായിട്ടാണ് നമ്മൾ ഓവൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതാണ് നമ്മൾ ഈ ഒരു കിച്ചണിലെ കുക്കിംഗ് ഏരിയ. ഇതിൽ നമ്മൾ ലാർജ് ഷേപ്പിലുള്ള ചിമ്മിനിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ 3 സ്റ്റോറേജസ് ടാൻഡം ബോക്സസുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഫസ്റ്റിൽ നമ്മൾ സ്പൂൺസ് അതേപോലെ തന്നെ നൈഫൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട്ലറിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 3 ബോക്സസും നമ്മൾ സോഫ്റ്റ് ക്ലോസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ നമ്മളൊരു പുൾ ഔട്ടും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ കിച്ചണിൻ്റെ വാഷിംഗ് ഏരിയ വരുന്നത്. ഇവിടെ തന്നെ നമ്മൾ ഒരു വാട്ടർ പ്യൂരിഫയർ ടാപ്പും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുകളിലാണ് നമ്മൾ GTPT സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ വുഡൻ ലാമിനേഷനിൽ ചെയ്തിട്ടുള്ള ഓപ്പൺ ഷെൽഫുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വാഷ് ഏരിയൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ ഡിറ്റർജൻറ്റ് റാക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വേസ്റ്റ് ബിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ പ്രോഡക്ട്സും ആക്സസറീസും അതേപോലെ തന്നെ ഹാർഡ്വെയർസും എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഹിറ്റിച്ചിൻ്റെ പ്രോഡക്ട്സ് തന്നെയാണ്.